ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. സോ നമ്മുടെ സീസൺ 7 4th ഡേ റിവ്യൂമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഓക്കെ സെയിം വീക്ക്ലി ടാസ്ക് ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾ ടുഗദർ നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ നമ്മുടെ പുറത്ത് പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ ആ ടാസ്കിൽ പുറത്ത് കിടക്കുന്ന ആൾക്കാരെ കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഉറക്കമാണ്. ശൈത്യം അപ്പം മറ്റേ കട്ടിലേക്ക് കിടക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും നിലത്തൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്താ നമ്മുടെ ബിന്നി അപ്പോൾ ആ വഴിക്കിടെ വന്നപ്പോൾ ബിന്നി എന്തോ ചെയ്തു, ശൈത്യം ഉറങ്ങുന്ന കണ്ടിട്ട് പെട്ടെന്ന് പോയി അപ്പാനി ശരത്തിനെയും അക്ബറിനെയും വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് ഇവർ മൂന്നുപേരും കൂടെ പുള്ളിക്കാരിനെ എടുത്ത് പൊക്കിയ ബോർഡിൻ്റെ അടുത്തോട്ട് എത്താറായപ്പോഴത്തെ ശൈത്യം ചാടി എഴുന്നേറ്റു. അതുകൊണ്ട് പുള്ളിക്കാരി എലിമിനേറ്റ് ആയില്ല. അപ്പം അങ്ങനെ അതായിരുന്നു രാവിലെ, അതായിരുന്നു ഇന്നലത്തെ പ്രമോ. അപ്പം പ്രമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയല്ലോ, പക്ഷേ എന്ന് പറയുമല്ലോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യം എലിമിനേറ്റ് ആയില്ല, പുള്ളിക്കാരി തലനാരിലേക്ക് രക്ഷപ്പെട്ടു. അടുത്തെന്ന് പറയുന്നത് കാണിക്കുന്നത് മോർണിംഗ് ഡാൻസ് ആണ്. എല്ലാവരും നല്ലതായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് പുറകെ അനീഷിൻ്റെ പുറകെ പോയി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇങ്ങനെ അനീഷിനെ പിടിക്കാൻ പോകുമ്പോൾ അനീഷ് പറയുന്നത് എന്നെ വീട് എന്തോ എൻ്റെ ശരീരത്തിൽ തൊടല്ലേ, സ്റ്റേ വേ എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റേ വേ ഒക്കെ നമ്മൾ പഴയ സീസണിലൊക്കെ എവിടെയോ കേട്ടിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. ബട്ട് എന്തായാലും അതൊക്കെ പറഞ്ഞ് അവർ തമ്മിലുള്ള ഒരു സീക്വൻസാണ് കാണിക്കുന്നത്. പിന്നെ അപ്പാനി ആ സമയത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അപ്പാനിയുടെ കയ്യിലൊരു ചൂലുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഷാനവാസ്, അതിൻ്റെ സൈഡിൽ അനീഷ് ഉണ്ട്. അപ്പോൾ അനീഷിനെയാണ് ശരിക്കും ഷാനവാസ് വിളിക്കുന്നത്. പക്ഷേ ഷാനവാസ് ഈ ചൂലിനകത്തിട്ടോ നോക്കിയിട്ട് പോടാ ചൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അപ്പാനി പറയും, എടാ ഇങ്ങനൊന്നും വിളിക്കല്ലേടാ, ഞാൻ ചൂലിനെയല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും അനീഷിനെ നൈസായിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സീക്വൻസ് കഴിഞ്ഞു. പിന്നെ ഷാനവാസ് റേണു കൂടെ അവിടെ ഇരിക്കുക. റേണു അപ്പം പറയുന്നുണ്ട്, എന്നാലും എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചല്ലോ, അത് സ്ത്രീത്വത്തെ മൊത്തത്തിൽ അപമാനിക്കുന്നത് പോലെയാണ്. ഒരു വിധവയായ എന്നെ ഇങ്ങനെയൊക്കെ പറയാമോ? കേരളത്തിലെ മൊത്തം സ്ത്രീകളെയാണ് അക്ബർ ഇന്നലത്തെ ടാസ്കിൽ പുള്ളിക്കാരിക്ക് പിന്നെയാണോ അതിനെപ്പറ്റി ഒരു ബോധം വന്നത്. അപ്പോൾ ഇപ്പോഴും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഇതിനെതിരെ കൂട്ടമായിട്ട് അതിനെതിരെ കുറച്ച് സംസാരം നടക്കുന്നുണ്ട്. അപ്പോൾ അനു ആണെങ്കിൽ രേണുവിനോട് പറഞ്ഞു, ചേച്ചിയുടെ കാര്യമാണെങ്കിൽ സ്വന്തമായിട്ട് പറഞ്ഞു, മൊത്തത്തിലുള്ള സ്ത്രീകളെ മൊത്തത്തിലും വിധവകളെ മൊത്തത്തിലും എടുത്ത് പറയേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരതൊന്ന് സപ്രസ് ചെയ്ത് വിട്ടു. അങ്ങനെ ആ ഒരു ഇത് കഴിയും. അത് കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറയുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയുടെ പേര് വാക്ക് പോര്. അതെന്ന് പറയുന്നത് മറ്റേ നമ്മുടെ റേസിംഗ് സ്റ്റാർസിൽ ബാൻഡ് കിട്ടിയ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇപ്പം ബാൻഡ് ജിസേൽ, ആര്യൻ, നൂറ, ആദില ഇവരുടെയിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ വാക്ക് പോര് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 3 പേരെ തിരഞ്ഞെടുത്ത് വിടാം. ആ 3 പേര് ആക്ച്വലി ഈ ഓൾറെഡി ബാൻഡ് ഉള്ളവരുമായിട്ട് വാക്പോര് ഡിബേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അവർ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിനുണ്ട്, ഷാരിക, ഒനീൽ ഇവരെയാണ് സെലക്ട് ചെയ്ത് വിടുന്നത്. അപ്പം നെവിനും ജിസേലും കൂടാണ് ഇത് ചെയ്യുന്നത്. വാക്പോര് ജിസേൽ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഒത്തിരി ട്രൈ ചെയ്തിട്ട് എൻ്റെ കൈയൊക്കെ മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ആ മലയാളം ഒത്തിരി അറിയാത്തതിൻ്റെ കുറച്ച് പറഞ്ഞങ്ങ് നിർത്തി. നെവിൻ പക്ഷേ വന്നിട്ട് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫാഷൻ കൊറിയോഗ്രാഫറാണ്, എനിക്കാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് മെയിൻലിയായിട്ട് വേണം, ഞാൻ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഡ്രസ്സ് കിട്ടണം എന്ന് അത്ര ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ആര്യൻ്റെയൊക്കെ ബാൻഡ് പുള്ളിക്കാരൻ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ല. അത് മാറ്റി വെച്ചത് പുള്ളി പിന്നെ തിരിച്ചു കൊടുത്തായിരുന്നു. പക്ഷേ മാറ്റി വെച്ചത് അതുകൊണ്ടാണ്, എനിക്കത് കാരണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് പുള്ളി പറഞ്ഞു. നല്ലതായിട്ട് നെവിൻ പറഞ്ഞു കേട്ടോ. അത് എന്താ, നിങ്ങൾ ഇവിടെ ചോരക്കാരുടെ ഇറക്കി നിർത്തിരിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ദേഹത്തൊക്കെ ഇവിടെ ചോര, പിന്നെ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇതെല്ലാം വരുന്നതാണെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടല്ലേ വന്നത്, നിങ്ങൾ ഇവിടെ ചോരക്കാരുടെ ഇറക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഡയലോഗ്, കൺവിൻസിംഗ് ആയിട്ടുള്ള ഡയലോഗ് പറഞ്ഞിട്ട് പുള്ളി പോയി. പിന്നെ ഷാരികയും ആദില നൂറയാണ്. ഷാരിക വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാശൊക്കെ മുടക്കി ഡ്രസ്സ് മേടിച്ച് അത് എനിക്ക് ഇവിടെ ഒന്ന് ഇട്ട് ആൾക്കാരുടെ മുന്നിൽ കാണിക്കണ്ടേ, അപ്പോൾ അതിനെനിക്കിത് ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരിക ഡിബേറ്റിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ആദിലയും നൂറയും വന്നിട്ട് അവരുടെ സ്റ്റാൻഡും നന്നായി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ആര്യനും ഒനീലും വരുന്നുണ്ട്. ഒനീൽ പറയുന്നുണ്ട്, ഞാൻ ഇത്ര 20 പേർക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും എൻ്റെ ഡ്രസ്സ് കിട്ടണം എന്ന് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒനീൽ പറയുന്നുണ്ട്. ആര്യം വന്നിട്ട് പറയുന്നത്, ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തു, എന്നിട്ട് എൻ്റെ ബാൻഡ് നെവിന് എടുത്തുകൊണ്ട് പോയിട്ട് പോലും ഞാൻ അവിടെ എല്ലാം തപ്പിയാണ്, ജിസേൽ പോലും അത്രയും നോക്കി പോലും ഇല്ല, എനിക്ക് അത്രയും ഡെഡിക്കേഷൻ ഉള്ളത് കാരണമാണ്, ഞാൻ ഭയങ്കരമായിട്ടും ട്രൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്കത് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനും സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇതിൽ നിന്ന് ആരാണ് നിങ്ങൾ സെലക്ട്, ഇപ്പോൾ അനീഷ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഓരോരുത്തരെ ഇത് വോട്ട് കൗണ്ട് ചെയ്ത് ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ള വോട്ട് കൗണ്ട് ചെയ്തിട്ട് ലാസ്റ്റിലെ ജയിച്ചെന്ന് പറയുന്നത് നെവിന്, ആദില, നൂറ ആൻഡ് ആര്യൻ. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ഡ്രസ്സ് കിട്ടും. അപ്പോൾ ജിസേലിനോട് ഡ്രസ്സ് കൊടുക്കണമെന്നല്ലോ, തിരിച്ചു കൊണ്ട് കൊടുക്കണം. അപ്പോൾ ജിസേൽ ഭയങ്കര പ്രശ്നമുണ്ട്, എനിക്ക് മലയാളം അറിയാത്തതുകൊണ്ട് നിങ്ങൾ എന്നെ ചതിച്ചതാണ്, നിങ്ങളാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെയാണ് തോപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാർ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ
അടുത്ത സീക്വൻസ് കാണിക്കുന്നത് നെവിൻ ആണെങ്കിൽ നെവിൻ ഇപ്പം വന്നൊരു ശരിക്കൊരു കോമഡി ആക്ട്സ് ഒക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ രസമുള്ള കുറച്ച് തഗ് ഡയലോഗുകളൊക്കെ പറയും. പക്ഷേ രസമാണ് നെവിന് മറ്റേ നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ഫ്രണ്ട് ഇരുന്നിങ്ങനെ ഇരിക്കുക. അതായത് പുള്ളി ഇപ്പം ജയിച്ചപ്പോൾ എന്താ നമുക്ക് ഡ്രസ്സ് കിട്ടും. ആ ഡ്രസ്സ് എന്ന് പറയുന്നത് എന്താ ആ ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് അതായത് ഈ ഡ്രസ്സ് കിട്ടുന്നത് പറഞ്ഞാൽ 72 മണിക്കൂറത്തേക്ക് കിട്ടുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് 72 അവേഴ്സിലേക്കാണ് തരുന്നത്. പിന്നെ എനിക്ക് മനസ്സ് വല്ല മാറുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ മാറ്റിക്കളയും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിന് വേണ്ടി അപ്പം നെവിനാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ കാവിലിരിക്കുന്ന പോലെ ഇരിപ്പുണ്ട്. എന്നിട്ട് അപ്പോൾ നെവിനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ക്യാമറ വന്നപ്പോൾ നെവിൻ പറയുന്നത് ഞാൻ മിണ്ടില്ല, എൻ്റെ നേരെ എന്തിനാ നോക്കുന്നത്, ഞാനാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ചോദിച്ചില്ലേ ഉള്ളൂ, എന്താ അത് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക, ഞാനാണെങ്കിൽ മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എഴുന്നേറ്റ് പോകുന്നുണ്ട്. അല്ലാത്തപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എന്നെ ഫോക്കസ് ചെയ്തില്ല, ഞാൻ തന്നെ വന്നിരുന്നപ്പോൾ എന്നെ ഫോക്കസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അത് എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വീക്ക്ലി ടാസ്കിൻ്റെ ബാക്കിയാണ് നമ്മുടെ ഇന്നലത്തെ വീക്ക്ലി ടാസ്കിൻ്റെ നിലത്തുള്ള ഭാഗ്യത്തിൻ്റെ പണപ്പെട്ടി എന്ന് പറഞ്ഞ ഒരു ടാസ്ക് അതിൻ്റെയാണ്. അപ്പം ഇപ്പം ഗോൾഡ് കോയിൻ ആറേല ഷാനവാസിൻ്റെ കയ്യിലാണ്. ഷാനവാസിന് ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യാം. അപ്പം ഷാനവാസ് ആരെ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനെയാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ പോയി ഗോൾഡ് കോയിനും കോയിൻ പറക്കണം. കോയിൻ എന്നിട്ട് ഈ പ്രാവശ്യം ബ്ലാക്ക് കോയിൻ ഉണ്ടാവില്ല, റെഡ് കോയിൻ ഉണ്ടാവും, പക്ഷേ ഒരു ഡെസ്റ്റിനി കോയിനും ഉണ്ടാവും. അപ്പം ഈ എല്ലാ റൗണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ടോപ്പിലുള്ള കോയിനുള്ള ആൾക്ക് മാത്രമേ ഇനി ഇന്നത്തെ പണിപ്പുരയിൽ കയറാനും പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതുവരെയുള്ള ടാസ്കിൽ കോയിൻ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ഇതിൽ കളിക്കാനും പറ്റത്തുള്ളൂ. അതൊക്കെ ആരെന്ന് വെച്ചാൽ അനീഷ, അക്ബർ, ഷാനവാസ്, അഭിലാഷ്, ബിന്നി, ഗിസേല്, ആര്യന്, റെന, ഇത്രയും പേരാണ്. അപ്പോൾ എന്നിട്ട് ഇവർ പോയി കോയിൻ പറക്കിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ റെനയ്ക്ക് 14, ഗിസേലിന് 14, ബിന്നി 13, ഷാനവാസിന് 15, അബിക്ക് 18, ഹനീഷിന് 12, അക്ബറിന് 17, ആര്യന് 23. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഡെസ്റ്റിനി കോയിൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനാണ്. അക്ബറും അല്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനകത്തിൽ പിന്നെ പോയിന്റ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് അക്ബറിനാണ്. അക്ബറിനപ്പം അക്ബറിനോട് പറഞ്ഞു നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ ഇത് ഏത് കോയിൻ വേണമെന്നുള്ള പിക്ക് ചെയ്യാം, അതായത് ഗോൾഡ് കോയിനും ഉണ്ട് ഡെസ്റ്റിനി കോയിനും ഉണ്ട്, ഏത് കോയിൻ വേണം. അപ്പോൾ അക്ബർ ഡെസ്റ്റിനി കോയിൻ പിക്ക് ചെയ്തിട്ട് ആ ഗോൾഡ് കോയിന് അഭിലാഷിന് കൊടുക്കും. എന്നിട്ട് ഈ ഡെസ്റ്റിനി കോയിൻ ഒരു സൂപ്പർ പവർ ഉണ്ട്. സൂപ്പർ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തിൽ ഇപ്പോൾ 4 പേരുണ്ടല്ലോ, ഷാനവാസ്, പിന്നെ ആരാ നമ്മുടെ ബിൻസി, അതുപോലെ തന്നെ ശൈത്യ, ഗിസേല, ഇവരിൽ ആരെങ്കിലും ഒരാളെ ഷാനവാസിന് അക്ബറിന് അകത്തേക്ക് കയറ്റാം. എന്നിട്ട് വീടിനുള്ള അതിനകത്തിലുള്ള ഒരാളെ പുറത്തേക്ക് വിടുകയും ചെയ്യാം. അപ്പം അക്ബർ തൻ്റെ പവർ ഉപയോഗിച്ച് ഷാനവാസിനെ ഇന്നാക്കാൻ പറയുന്നു. എന്നിട്ട് മുൻഷി രഞ്ജിത്തിനെ പുറത്താക്കാനും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ സ്വാപ്പ് ചെയ്തു. അപ്പം ഷാനവാസിൻ്റെ ഓൾറെഡി ഒരു ഗോൾഡ് കോയിൻ ഉണ്ടല്ലോ. അപ്പം ഈ ഗോൾഡ് കോയിൻ ഉള്ളത് കാരണം ഷാനവാസിനെ ഈ സ്വാപ്പ് ചെയ്തത് കാരണം ഈ ഗോൾഡ് കോയിൻ്റെ പവർ അങ്ങ് മാറി. അതിന് പവറില്ല. അപ്പോൾ ആ പവർ ഇല്ലാത്തപ്പം അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കണമല്ലോ. അപ്പോൾ ഷാനവാസിൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ആര്യൻ. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഇത് ചെയ്യണം. അപ്പോൾ ഇതിനകത്തിൽ ഒരാളെ എലിമിനേഷനിലേക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അഭിലാഷാണ് അത് സെലക്ട് ചെയ്യേണ്ടത്. അഭിലാഷ് ഷാനവാസിനെ എലിമിനേഷനിലേക്ക് നെക്സ്റ്റ് വീക്കിലുള്ള ഡയറക്റ്റ് എലിമിനേഷനിലേക്ക് സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീക്വൻസ് കാണിക്കുന്നത് ഷാനവാസും ഒനിയിലും തമ്മിലുള്ള ഒരു സീക്വൻസ്. അതായത് ബിന്നിയെപ്പറ്റി ഒരു സംസാരം നടക്കുവാണ്. ബിന്നിയാണെന്നുണ്ടെങ്കിൽ കാണുന്ന പോലെ ഒന്നല്ല, പുള്ളിക്കാരി വിഷമാണ്, എല്ലാവരെയും പറഞ്ഞ് ഇത് ചെയ്യുന്നതൊക്കെ കൺവിൻസ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതൊക്കെ ബിന്നിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊരു ടോക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു ആര്യനും അക്ബറും ഒക്കെ എല്ലാം കൂടെ സരികയും ശൈത്യയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പാനിയൊക്കെ ഉണ്ട്. ഈ രാത്രിയിലത്തെ ടാസ്കിനെ പറ്റി പറയുന്നുണ്ട്. എന്നിട്ട് അവർ ബിന്നിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ബിന്നിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഐറ്റം ആർക്കും ഈ അവർക്ക് കൊടുത്ത ഐറ്റംസ് അല്ലാതെ വേറെ ഒന്നും ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ഇതിനകത്തിൽ കുറച്ച് പേര് നിയമം ലംഘിച്ച് സാധനങ്ങൾ കൈവെക്കുന്നുണ്ട്. അങ്ങനെ നിയമം ലംഘിച്ച് വെച്ചിട്ടുണ്ട്, കർശനമായിട്ട് നടപടി എടുക്കുമെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അപ്പോൾ അന്നേരമാണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ ആറലൊക്കെയാണ് ബിന്നി, ഷാനവാസ്, ഗിസേല്, റെന, ഫാത്തിമ, ഇവരൊക്കെ സാധനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ആണെങ്കിൽ ആദ്യം ബിന്നിയുടെ ഷാനവാസിൻ്റെ ഇവരുടെ കയ്യിലുള്ള സാധനം ഉണ്ടല്ലോ, ഇവർക്കെതിരെ ഇവരെല്ലാം കൂടെ ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ അത് എടുത്തു വെച്ചു. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ കണ്ടുപിടിക്കാത്ത ഞങ്ങളുടെ കുറ്റമല്ലല്ലോ, ഞങ്ങളങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണമായിരുന്നു. പിന്നെ അനീഷ് വന്നിട്ട് ഷാനവാസിനോട് നീ ചതിയനാണ്, നീയാണെന്നുണ്ടെങ്കിൽ പറയാതെ എടുത്ത സാധനം പുള്ളിക്കാരൻ സാധനമൊക്കെ എടുത്ത് മാറ്റി വെച്ചില്ലേ, അപ്പം നീയാണെന്നെങ്കിൽ അട്ടർ ഫെയിലർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് കൊണ്ട് വെച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോകുന്നുണ്ട്. പിന്നെ ഷാനവാസും അപ്പാനിയും ശരത്തും കൂടെ ഉള്ള
ഇത് പറയുന്നുണ്ട്, അതായത് അക്ബർ ഇതൊക്കെ പറയുന്നുണ്ട്. ഷാനവാസ് ഉറങ്ങിയിട്ടില്ലെന്ന് പറയുന്നത് അതായത് ഷാനവാസ് അന്നേരം ഇവരോട് പറയാണ്, അക്ബറും ഉണ്ട് അപ്പാനും ഉണ്ട്, അവരോട് പറയാണ് ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു, ഉറക്കം നടിച്ചത്. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന പോലൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളി ഉറങ്ങിയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അന്നേരം പറഞ്ഞു പിന്നെ ഞങ്ങൾ വിശ്വസിക്കാം. അക്ബർ പറഞ്ഞു പിന്നെ ഞങ്ങൾ വിശ്വസിക്കത്തൊന്നുമില്ല, നീ ഉറങ്ങിയിട്ടില്ലെന്ന് പറയാം, നീ കൂർക്കം വലിച്ച് ഉറങ്ങുമായിരുന്നു. ഞാൻ പറയും അതെ, എനിക്ക് ടെലിവിഷനിലെ ആക്ടറിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്, ഞാൻ നല്ല ബെസ്റ്റ് ആക്ടറാണെന്ന്. അപ്പം അക്ബർ പറയും അപ്പം നീയാണല്ലോ വയ്യാന്ന് പറഞ്ഞ ഒരു സെന്റിമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയുന്നുണ്ട്. ഞാൻ പുള്ളിയുടെ ഫുൾ ആക്ടിംഗ് ആണെന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത പൂര ഫൈറ്റ് നടക്കും. ഷാനവാസും അതായത് അക്ബർ വന്നിട്ട് ബിൻസിയോട് ഇവരോടെല്ലാം പറയും, നിങ്ങളെ വെറുതെ കളിപ്പിച്ചേക്കുന്നത്, പുള്ളി ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു, അഭിനയമായിരുന്നു, നിങ്ങളെ ചീറ്റ് ചെയ്ത പുള്ളി ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ബിൻസി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, ഞങ്ങളെന്തോ ഫൂളാണോ, ഞങ്ങളെ ചീറ്റ് ചെയ്താണ്, ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ അടുത്ത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശൈത്യയും ജിസയിലും എല്ലാം ആണെന്നുണ്ടെങ്കിൽ ഉണർന്ന് ഇരുന്നു, എന്നിട്ട് നിങ്ങളാണെന്നുണ്ടെങ്കിൽ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല, ഏത്തത്താപ്പ് കാണിക്കുക, ഗെയിം കളിച്ചാൽ അന്തസ്സായി കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബിൻസി ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അടുത്തതെന്ന് കാണിക്കുന്നത് വീക്ക്ലി ടാസ്കിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോയിൻ ആണെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. ഈ കോയിൻ ഫോയിൽ പേപ്പറിൽ പല കളറിൽ വെച്ചിട്ടുണ്ടാവും, പക്ഷേ നമുക്ക് വൈറ്റ് കിട്ടിയാൽ മാത്രമേ അത് കൗണ്ട് ചെയ്യത്തുള്ളൂ. അപ്പം ലാസ്റ്റ് 8 പേരാണ് കളിക്കേണ്ടത്. അനീഷ്, റെന, ബിന്നി, ഗിസേല്, ഷാനവാസ്, അഭിലാഷ്, ആര്യന്, അക്ബർ. അപ്പോൾ ഇവർ പോയി വൈറ്റ് കോയിനൊക്കെ എടുത്തിട്ട് വന്നു. ലാസ്റ്റിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് അക്ബറിനാണ്. അക്ബറിൻ്റെ ടോട്ടൽ പോയിന്റ് എന്ന് പറയുന്നത് ഇതിങ്ങടെയുള്ള ടോട്ടൽ പോയിന്റ് 37, സെക്കൻഡ് എന്ന് പറയുന്നത് ആര്യനാണ്. അപ്പം ആര്യന് 36, അപ്പോൾ 1 പോയിന്റിൻ്റെ വ്യത്യാസം. അപ്പോൾ അങ്ങനെ അക്ബർ ഈ ഒരു വീക്ക്ലി ടാസ്ക് ജയിച്ചു. അപ്പോൾ അക്ബറാണ് അടുത്ത പണിപ്പുരയിൽ കയറാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത് കാണിക്കുന്നത് അക്ബറും ബിന്നിയും ശൈത്യങ്ങളുടെ ഷാനവാസിനെ പറ്റി പറയുന്നതാണ്. പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഡിസിഷൻ, അതായത് അക്ബർ എന്തുകൊണ്ടാണ് ഷാനവാസിനെ ഇന്നാക്കിയതിനെ പറ്റിയൊക്കെ അക്ബർ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് ഇവരുടെ അടുത്ത്. അതായത് ഞാൻ വിചാരിച്ചു അവനെ എൻ്റെ ഔദാരത്തിൽ കയറിയെന്നും, അല്ലാതെ അവനാണെങ്കിൽ വിജയിച്ച് മറ്റേ വലിയ രാജാവായിട്ട് അകത്ത് കയറാൻ എനിക്ക് താല്പര്യമില്ല, ഇപ്പം എൻ്റെ ഔദാരത്തിലല്ലേ അവൻ അകത്ത് കയറിയിരിക്കുന്നത്, അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ അവനെ ഇന്നാക്കിയതെന്നാണ് പുള്ളി പറയുന്നത്. അതുപോലെ തന്നെ ഇവൻ എന്നിട്ട് കള്ളത്തരം പറഞ്ഞല്ലേ ഉറങ്ങുവാണെന്നൊക്കെ. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുവാന്ന് കള്ളത്തരം പറഞ്ഞ് വീണ്ടും അവന് പുറത്തായിരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവനാണെന്ന് ഇരിക്കത്തില്ലേ. അപ്പോൾ അപ്പോൾ ഈ ഒരു ഇവൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനമായത്, എൻ്റെ ഒരു ഡിസിഷൻ ശരിയായിരുന്നു എന്നുള്ളത് സമാധാനമായെന്നൊക്കെ അക്ബർ ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ ജിസയിലും നെവിനും അക്ബറും കൂടി ഇരുന്നിട്ട് നെവിനാണെന്നുണ്ടെങ്കിൽ ചുമ്മാ തമാശയായിട്ട് എന്താ പറയുക, അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഒരു മല്ലുബോയെ ഡേറ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നെവിൻ പറയും എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഡേറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, നീ പുറത്ത് പോയി വേണം ഡേറ്റ് ചെയ്തത്, പക്ഷേ അകത്ത് ഞാൻ ഡേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഒനീലിന് ജിസേൽ ഒരു നോട്ടം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒനീലിൻ്റെ കാര്യം പറഞ്ഞു, പറയില്ല ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ് ഹിന്ദി ഇംഗ്ലീഷൊക്കെ ആയി. അപ്പോൾ അന്നേരത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു എന്തുവാ ഇത് മലയാളം ബിഗ് ബോസ് ആണ്, മലയാളത്തിൽ സംസാരിക്കാൻ പറയും. പിന്നെ ഉള്ളത് ബിന്നിയും അക്ബറും ഉള്ള ഒരു കോൺവെർസേഷൻ. അപ്പോൾ അക്ബറാണല്ലോ ഈ പ്രാവശ്യം ഇനി പണിപ്പുര കയറുന്നത്. അപ്പം ബിന്നി ഒരു മാവിൻ്റെ കവറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, ഇത്ര മാവും കൂടെ ഉള്ളൂ, നിങ്ങളാണ് അകത്ത് കയറുമ്പോൾ ഇത് ചെയ്യണം, അതായത് വീട്ടിലേക്ക് മാവും അരിയൊന്നും ഇരിപ്പില്ല, അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട്. അപ്പം നെവിൻ അപ്പുറത്ത് തരുവാണ്. നെവിൻ പറയും എനിക്ക് വിഷം തിരിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും സാധനം കിട്ടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയും പോകുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഇനിയിപ്പം പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള ടാസ്ക് ഉണ്ടല്ലോ, അതായത് ലൈറ്റ് അണയ്ക്കുമ്പോൾ തൊട്ട് പിറ്റേ ദിവസം രാവിലെ ലൈറ്റ് ഓൺ ആവുന്നിടം വരെ ഇവർ പുറത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഷാനവാസ് അകത്ത് കയറി മുൻഷിയാണ് പുറത്ത് വന്നത്. അപ്പോൾ ഇവർ ശൈത്യ, ബിൻസി, ഗിസേല, രഞ്ജിത്ത് ഇവർ 4 പേരുമാണ് പുറത്തിരിക്കേണ്ടത്. അപ്പം ആ ടാസ്കിനകത്തിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ എന്ന് പറയുന്ന അകത്തിരിക്കുന്ന ആൾക്കാർക്ക് ഈ പുറത്ത് കിടക്കുന്ന ആളെ എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ കൂടെ ഇരിക്കുന്ന ആളുകൾക്കും ഈ കട്ടിലെ കിടക്കുന്ന ആളെ എടുത്തോണ്ട് പോകാൻ പറ്റും. എന്നിട്ട് മറ്റേ ഡേഞ്ചർ 7 റെഡ് സോണിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ആരെങ്കിലും ഇവർ പുറത്താക്കിയാലും ഇവർക്ക് 3 പേർക്കും അകത്ത് കയറുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ട്വിസ്റ്റും കൂടെ അവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവർ ശ്രമിക്കുമല്ലോ, ഇവർ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കത്തില്ലല്ലോ, ശ്രമിക്കുമല്ലോ. അപ്പോൾ പിന്നെ അടുത്തെന്ന് പറയുന്നത് ലൈറ്റ് ഓഫ് ആയി. രാത്രി എല്ലാവരും ഗിസേൽ എന്തൊക്കെയോ ഹിന്ദിയൊക്കെ അവിടെ പറയുന്നത് കേൾക്കാം. പിന്നെ രാത്രിയിൽ ഗിസേൽ അവിടെ കിടന്നിറങ്ങി. അപ്പോൾ അനു ശൈത്യം പറയും മറ്റേ ഗിസേലിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബാർബി ഡോളി പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് അക്ബറും അഫാനിയും അഭിലാഷും ഒക്കെ എന്തുവാ പ്ലാനിങ് ചെയ്യുക, ശൈത്യനെ കൊണ്ടുപോകണം, ഒരാളെ ഔട്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പ്ലാനിങ് ഒക്കെ നടക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അപ്പാനിയും അക്ബറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അതായത് ബിൻസി ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഷാനവാസിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടില്ലേ, അപ്പോൾ ആ ദേഷ്യപ്പെട്ടത് കണ്ടപ്പോൾ പുള്ളിക്കാരിക്കിൻ്റെ അകത്തൊരു ഫയർ ഉണ്ട്, അവളെ വളർത്താൻ അനുവദിക്കുമല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ ഡിസ്കഷൻ അവിടെ നടക്കുന്നുണ്ട്. പിന്നുള്ളത് ലാസ്റ്റിൽ നിർത്തുന്നത് പറഞ്ഞ മെയിൻ എപ്പിസോഡ് തീർത്തുന്നത് വെച്ചാൽ മുൻഷിയും ഒനീലും കൂടെ ഒരു ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് ഒനീൽ ഉറങ്ങാൻ പോകുന്നു, മുൻഷി അവിടെ ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത്. ഏകദേശം എനിക്കൊന്ന് 3 മണി
2 മണി 3 മണി വരെ ഉണ്ട്. അന്നേരം പുള്ളിക്കാരൻ ഉറങ്ങാതെ ഇരിക്കുന്നു. അത് അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ മെയിൻ എപ്പിസോഡ് തീർന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.